ലോകരക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും അവൻ്റെ വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായി പാലിച്ചുകൊണ്ട് പരമാവധി തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ എന്നോടും എല്ലാ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഏതൊരു മനുഷ്യനും വിജയിക്കണം എന്ന് മാത്രം ആഗ്രഹിക്കുന്നവരാണ്. എല്ലാ മേഖലകളിലും വിജയിക്കണം. ഓരോരുത്തരും ചെയ്യുന്ന എന്തെല്ലാം ഏർപ്പാടുകളുണ്ടോ നമ്മൾ ഏതെല്ലാം മേഖലകളിൽ കൈവച്ചിട്ടുണ്ടോ അവിടങ്ങളിലൊക്കെ വിജയം കിട്ടണം എന്ന് മാത്രമാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അത് ബിസിനസ് രംഗത്ത്, കാർഷിക മേഖലകളിൽ, വിജയിക്കണമെന്ന് മാത്രമാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. വിദ്യാർത്ഥികളാണെങ്കിൽ അവരെഴുതുന്ന പരീക്ഷകൾ, ആ പരീക്ഷകളിൽ തോൽക്കണം എന്ന് വിചാരിച്ചാലും പരീക്ഷ എഴുതാറില്ല. വിജയിക്കണം എന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ ആഗ്രഹിക്കാറുള്ളത്. പരീക്ഷാർത്ഥികൾ ചിന്തിക്കാറുള്ളതും അങ്ങനെയാണ്. അതേപോലെ തന്നെ മത്സര രംഗത്തേക്ക് കടന്നു വരുന്ന ആളുകൾ, ഏതുതരം മത്സരമായിരുന്നാലും, തിരഞ്ഞെടുപ്പുകളാകട്ടെ, മറ്റ് കായിക രംഗത്തും മറ്റുമൊക്കെ നടക്കുന്ന മത്സരങ്ങൾ, ഇവിടെയൊക്കെ ആ മത്സരാർത്ഥികളും ആഗ്രഹിക്കുന്നത് വിജയിക്കണം എന്ന് തന്നെയാണ്. പരാജയം അത് ഭീതിയോടുകൂടി, പേടിയോടുകൂടി മാത്രമാണ് എല്ലാവരും അതിനെ നോക്കിക്കാണാറുള്ളത്. ഈ വിജയങ്ങളിലൂടെ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് എല്ലാ മേഖലകളിലും സുരക്ഷിതത്വം ഉണ്ടാകണം എന്നതാണ്. സമാധാനപൂർണമായ ജീവിതം ഉണ്ടാകണം. ഏതൊരാളുടെയും ഒരാഗ്രഹമാണ്. ഈ ആഗ്രഹം പൂവണിയുന്നതിന് വേണ്ടി നമ്മുടെ പ്രവർത്തന മേഖലകൾ അതിനനുസരിച്ച് നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുക, ഇതാണ് നാം ചെയ്യേണ്ടത്. വിജയിക്കാനും അതേപോലെ തന്നെ വിജയിപ്പിക്കാനും ഇതിനൊക്കെ അധ്വാനങ്ങൾ ആവശ്യമുണ്ട്. പരിശ്രമങ്ങൾ ആവശ്യമുള്ള ഒരു സംഗതിയാണിത്. ഒരാളെ വിജയിപ്പിച്ചെടുക്കണമെങ്കിൽ, ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ മത്സര രംഗത്തുള്ള ഒരാളെ വിജയിപ്പിച്ചു കൊണ്ടുവരണമെങ്കിൽ നല്ല അധ്വാനമുണ്ട് അതിൻ്റെ പിറകിൽ. ശാരീരികമായി, സാമ്പത്തികമായി ഒക്കെ വലിയ അധ്വാനങ്ങൾ ആവശ്യമാണ്. എങ്കിലൊക്കെ ഈ വിജയം നേടിയെടുക്കാൻ കഴിയൂ എന്ന് നമ്മളറിയണം. അങ്ങനെ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ നാടും നഗരവുമൊക്കെ ഇങ്ങനെ ആളുകളെ വിജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള വലിയ അധ്വാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഉള്ളത്. ഈ ഡിസംബർ മാസം കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. 3 പതിറ്റാണ്ടുകൾക്കപ്പുറം ഈ ഒരു ഡിസംബറിൻ്റെ ഈ ഒരു സന്ദർഭത്തിലാണ് ഇന്ത്യയുടെ മതേതരത്വം തകർക്കപ്പെട്ടത്. അതിനെ നമ്മൾ അയവരച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്
നമ്മുടെ വഖഫ് സ്വത്തുമായി ബന്ധപ്പെട്ട് കട്ട് ഓഫ് ഡേറ്റ് പ്രഖ്യാപിച്ച ഡിസംബർ 6 മുമ്പ് തന്നെ അതിൻ്റെ ഉമ്മീദ് പോർട്ടിൽ അത് നിർബന്ധമായും അത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം എന്ന നിയമം കട്ട് ഓഫ് ഡേറ്റ് വെച്ചുകൊണ്ട് പറയുന്നതും ഈ ഒരു ഡിസംബറിൽ ആദ്യത്തിൽ 6 ഡേറ്റാണ്. മാത്രമല്ല SIR അതിനും ഇതുപോലെ തന്നെ ഡേറ്റ് പ്രഖ്യാപിച്ച് ഒരു താൽക്കാലികമായ ദിവസങ്ങൾ മാത്രം അതിന് അധികം നൽകി എന്നതിനപ്പുറം വേറെ ഒന്നുമില്ല. അതോട് ചേർന്നുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പും നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എന്തെല്ലാം പ്രശ്നങ്ങൾ, എന്തെല്ലാം പ്രയാസങ്ങൾ, എന്തെല്ലാം ചിന്തകൾ, എന്തെല്ലാം അധ്വാനങ്ങൾ ഇതിനൊക്കെ ആവശ്യമാണ് എന്ന് നമ്മൾ അറിയണം. ഇതിലൊക്കെ നമ്മൾ പങ്കാളികളായിട്ടില്ലെങ്കിൽ വരാനിരിക്കുന്ന കാലം അത് ഭീതിയുടെ കാലമായിരിക്കും, അതൊരു പ്രയാസത്തിൻ്റെ കാലമായിരിക്കും എന്നുകൂടി നമ്മൾ അറിയണം. ഈ പേടിപ്പിച്ച് കാര്യങ്ങൾ നേടിയെടുക്കുക എന്നത് ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ മുച്ചൂടും നമ്മെ എല്ലാ അർത്ഥത്തിലും പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ പങ്കുചേരാൻ പോവുകയാണ്. ഇവിടങ്ങളിലൊക്കെ നമ്മുടെ ക്രിയാത്മകമായ ഇടപെടലുകൾ, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ദീന് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള നമുക്കൊക്കെ ഇതിൽ കൃത്യമായ അജണ്ടകൾ അല്ലെങ്കിൽ നിലപാടുകൾ അനിവാര്യമാണ് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അപ്പോൾ വിജയിപ്പിക്കാനും വിജയിക്കാനും ഒക്കെ വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ നാട്ടിലെ ജനങ്ങൾ. നമ്മുടെ നാടും നഗരവും ഉണർന്നു കഴിഞ്ഞു. എവിടെയും ആൾക്കൂട്ടങ്ങളും ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യം, ഇത്തരം സന്ദർഭങ്ങളിൽ വിശ്വാസികളായിട്ടുള്ള നമ്മളൊക്കെ ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ വിജയം എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള വിജയം നമ്മൾക്ക് വേണം എന്നതൊരു ശരിയാണ്. ഇവിടെ നമ്മുടെ നിലനിൽപ്പിൻ്റെ വിഷയമാണ്. അതിനനിവാര്യമായ സംഗതികൾ നമ്മൾ ചെയ്തേ പറ്റൂ. അതോടൊപ്പം നമ്മൾ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട്, അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട്, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നതാണ് ഒരു വിശ്വാസി ഏറ്റവും പ്രധാനമായും അവൻ ചെയ്യേണ്ടത്. രക്ഷ കിട്ടണം, സമാധാനം കിട്ടണം, താൻ വിശ്വസിച്ചിട്ടുള്ള വിശ്വാസങ്ങളനുസരിച്ച് ഇവിടെ ജീവിക്കണം, അത് പ്രബോധനം ചെയ്യണം, ദഅവത്ത് ചെയ്യണം. ഇതിനൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണം. പള്ളികൾ ചിഹ്നങ്ങളാണ്, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളാണ് പള്ളികൾ, ആരാധനാലയങ്ങൾ, അനുബന്ധ സ്ഥാപനങ്ങൾ. ഇതൊക്കെ ഇവിടെ നിലനിൽക്കണം എന്ന് നാം അറിയുകയും മനസ്സിലാക്കുകയും അതിനുവേണ്ടി നമ്മൾ അള്ളാഹുവിലേക്ക് നമ്മൾ അടുത്ത് ചേർന്ന് നിന്നുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഏതൊരു വിശ്വാസിയും മുന്നോട്ട് പോകേണ്ടതും ഈ ജനാധിപത്യമായ പ്രക്രിയയിൽ നമ്മൾ പങ്കുചേരേണ്ടതും എന്ന് ആമുഖമായി നാം മനസ്സിലാക്കുക. പരലോക വിജയമാണ് ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യം. ആ വിജയത്തിന് തടസ്സം വരുന്ന തരത്തിലുള്ള, പരലോകത്ത് രക്ഷ കിട്ടുന്നതിന് തടസ്സം വരുന്ന ഒരു മേഖലകളിലൂടെയും നമ്മൾ സഞ്ചരിക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ സഹായം കിട്ടണം. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കുമുള്ള, അള്ളാഹു നിങ്ങളെ സഹായിക്കണമെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കണം. നമ്മൾ അള്ളാഹുവിനെ സഹായിക്കാൻ തയ്യാറുണ്ടോ? അള്ളാഹു നമ്മെ സഹായിക്കും. അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ പരലോകം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനവും ഒരു വിശ്വാസിയുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ല. അതിനെന്തു വേണം? തിന്മകളിലൂടെയുള്ള സഞ്ചാരം, യാത്രകൾ അവൻ അവസാനിപ്പിക്കണം. ഏതൊരു വ്യക്തിയും നന്മകളിലൂടെ സഞ്ചരിക്കണം.
നന്മയുടെ പക്ഷത്ത് നിൽക്കണം. ഇസ്ലാം പറയുന്ന, ഇസ്ലാം നിർദ്ദേശിക്കുന്ന പക്ഷത്ത് നിൽക്കാൻ നമ്മൾക്ക് കഴിയണം. ഇസ്ലാം വിരുദ്ധമായ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോൾ അവിടെ നമ്മുടെ ജീവിതത്തിന് പ്രയാസമുണ്ടാക്കും. നമ്മുടെ ലക്ഷ്യങ്ങൾ അത് തകർക്കപ്പെടും. കാരണം അള്ളാഹുവിനെതിരിൽ, ഇസ്ലാമിനെതിരിലുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ പങ്കുചേരുമ്പോൾ നമ്മൾക്ക് വരാനിരിക്കുന്ന നഷ്ടത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിന് നമ്മൾ തിന്മകളിലൂടെയുള്ള സഞ്ചാരം, യാത്രകൾ പൂർണ്ണമായും നമ്മൾ അവസാനിപ്പിക്കണം. തിന്മകളെ തടുക്കാൻ നമ്മൾക്ക് കഴിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുചരന്മാരെ പഠിപ്പിച്ചതാ, മൻ റഅ മിൻകും മുൻകറൻ, തിന്മകൾ കാണുമ്പോൾ അത് തിന്മയാണെന്ന് മനസ്സിലാക്കാനും, ഫൽയുഗയ്യിറു ബിയദിഹി, തന്റെ കൈകൊണ്ട് ആ തിന്മയെ തടുക്കാനും നമ്മൾക്ക് കഴിയണം. അതിനൊരാൾ തയ്യാറില്ലെങ്കിൽ ഫഇല്ലം തസ്തതി ഫബിലിസാനിഹി, നാവ് കൊണ്ട് പറയാനുള്ള ചങ്കൂറ്റം കാണിക്കണം. അത് തിന്മയാണ്. ആ തിന്മയ്ക്കെതിരിൽ പോരാടണം. അത് ഇസ്ലാം അംഗീകരിക്കാത്ത ദർശനമാണ്, ഇസ്ലാം പഠിപ്പിക്കാത്ത മൂല്യങ്ങളാണ് എന്ന് പറയാൻ ചങ്കൂറ്റം കാണിക്കണം. ഫഇല്ലം തസ്തതി ഫബിഖൽബിഹി ദാലിക അൽഅഫുൽ ഈമാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിന്മകളോട് രാജിയാകേണ്ടതിന്റെ, തിന്മകളെ തടുത്തു നിർത്തേണ്ടതിന്റെ 3 ഘട്ടങ്ങളാ പഠിപ്പിച്ചത്. കൈകൊണ്ട് തടുക്കണം, നാവ് കൊണ്ട് തടുക്കണം. സാധ്യമല്ലെങ്കിൽ അതിൽ നിന്ന് മാറ്റം നടക്കുന്നില്ലെങ്കിൽ കൽബ് കൊണ്ട് വെറുക്കാനെങ്കിലും കഴിയണം. അത് ഈമാനിന്റെ ഭാഗമാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾക്ക് ഇവിടെ നമ്മുടെ ഈ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോ, ഇവിടത്തെ ക്രയവിക്രയങ്ങളിൽ ഇടപെടുമ്പോ നമുക്ക് നമ്മുടെ നിലപാടുകളില്ലേ? ഒരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക് നമുക്ക് നിലപാടുകൾ വേണം. ആ നിലപാടുകൾ അത് ഇസ്ലാമിന് അനുകൂലമായിരിക്കണം. അള്ളാഹും അവന്റെ റസൂലും വെറുക്കപ്പെട്ട മാർഗങ്ങളിലൂടെ ആകരുത് എന്നത് നാം ചിന്തിക്കേണ്ടതും നാം മനസ്സിലാക്കേണ്ടതുമാണ്. എന്തുകൊണ്ട്? ഇത് നമ്മുടെ പരലോകത്തിന്റെ കാര്യമാണ്, ദുനിയാവിന്റെ കാര്യമല്ല. പരലോകത്ത് രക്ഷ കിട്ടണോ, മോക്ഷം കിട്ടണോ എങ്കിൽ നമ്മൾ കൃത്യമായ നിലപാടുകൾ ഉള്ളവരായിരിക്കണം. മൂസാ നബിയുടെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു പണക്കാരൻ ഉണ്ടായിരുന്നു, ധനാഢ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് കാറൂൻ എന്നാണ്. ആ കാറൂൻ എന്ന് പറയുന്ന ആ വ്യക്തിക്ക് പടച്ചതമ്പുരാൻ ഒരുപാട് നിഅമത്തുകളും അനുഗ്രഹങ്ങളും നൽകിയിരുന്നു. പക്ഷേ അദ്ദേഹം ഒന്നും ആളുകൾക്ക് കൊടുക്കുമായിരുന്നില്ല. ആളുകളെ കാണുമ്പോൾ വളരെ പുച്ഛമായ സ്വഭാവത്തിലൂടെയായിരുന്നു, വളരെ മോശമായ ഇടപെടലുകളായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത്. വിശ്വാസികൾ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഖസസിൽ വിശദീകരിക്കുന്നുണ്ട്. വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. കാറൂൻ, വിശിഷ്യ കാറൂനിനോടാണ് ഈ പറഞ്ഞതെങ്കിലും ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരും ഉൾക്കൊള്ളുകയും അത് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഖുർആൻ ആ കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഇങ്ങനെയാ, വബ്തഗി, നീ ആഗ്രഹിക്കണം, ഫീമാ ആതാകല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയത് കൊണ്ട്. എന്തെല്ലാം നൽകിയിട്ടുണ്ട്? നമ്മൾക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ട്, അതിലൊക്കെ ഏറെ നമ്മൾക്ക് ബുദ്ധി നൽകിയിട്ടുണ്ട്. കാര്യങ്ങൾ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാൻ, വേർതിരിച്ച് മനസ്സിലാക്കാൻ, കല്ലും മുള്ളും കൃത്യമായി മനസ്സിലാക്കാൻ, ഇസ്ലാം എന്താണെന്നും ഇസ്ലാം അല്ലാത്തത് എന്താണ് എന്നും കൃത്യമായി മനസ്സിലാക്കാൻ നമ്മൾക്ക് അല്ലാഹു അഖ്ൽ നൽകിയിട്ടുണ്ട്, ബുദ്ധി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നീ ആഗ്രഹിക്കേണ്ടത് പരലോക വീടാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. വബ്തഗി, നീ ആഗ്രഹിക്കണം, ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, നിനക്ക് അല്ലാഹു നൽകിയിട്ടുള്ള സകല കാര്യങ്ങളും അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നീ ആഗ്രഹിക്കേണ്ടത് പരലോകമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. വീണ്ടും പഠിപ്പിക്കുന്നു, കാറൂനിനെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് വിശ്വാസികൾ ആ സന്ദർഭത്തിൽ. വലാ തൻസ
നസീബക മിനദ് ദുനിയ, നീ നിനക്ക് ദുനിയാവിനോടുള്ള നിന്റെ പങ്കുണ്ട്. നിനക്ക് ദുനിയാവിൽ നിന്ന് കിട്ടേണ്ടതുണ്ട്. പക്ഷെ അതിനെ നീ വിസ്മരിക്കണം, അതിനെ മറന്നു കളയണമെന്ന് പറയുന്നില്ല. പരലോകം ആഗ്രഹിച്ചുകൊണ്ട് ദുനിയാവുമായി സമരസപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാം. പക്ഷേ ആഖിറം വെടിഞ്ഞുകൊണ്ട് പൂർണ്ണമായും ദുനിയാവിനെ വാരിപ്പുണരുന്ന, ദുനിയാവിനെ മാത്രം കെട്ടിപ്പിടിക്കുന്ന അത് ശരിയല്ല എന്ന് ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. നമുക്ക് അല്ലാഹു നൽകിയത് കൊണ്ട് നമ്മൾ ആഗ്രഹിക്കേണ്ടത് അതാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ആതിനാ ഫിദ്ദുനിയ ഹസന, റബ്ബേ ദുനിയാവിൽ എനിക്ക് നന്മ നൽകണം എന്ന് പ്രാർത്ഥിക്കുന്നത് എന്തിനാ? ദുനിയാവ് തീരെ വേണ്ടെന്നാണോ? ദുനിയാവ് തീർത്തും ഒഴിവാക്കണമെന്നാണോ? ഒരിക്കലുമല്ല. ദുനിയാവ് വേണം, ദുനിയാവിൽ നന്മയുണ്ടാകണം. വഫിൽ ആഖിറതി ഹസന, ആഖിറത്തിലും ഹസനത്തുണ്ടാകണം. ഇത് രണ്ടും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാ. അതുകൊണ്ട് ഖുർആൻ പറയുന്നത് ദുനിയാവിനെ നീ വിസ്മരിക്കണം എന്ന് പറയുന്നില്ല. വലാ തൻസ, നീ മറക്കണ്ടടോ, നസീബക മിനദ് ദുനിയ, ദുനിയാവിൽ നിനക്കുള്ള പങ്ക് നീ പൂർണ്ണമായും ഒരിക്കലും നീ വിസ്മരിക്കണ്ട. പക്ഷെ ഒരു കാര്യമുണ്ട്, വഅഹ്സിൻ, നീ നന്മയുടെ വക്താവായി മാറണം, നന്മയുടെ പോരാളിയായി മാറണം. ജനാധിപത്യ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോ, എല്ലാവരും ഒന്നായി ജീവിക്കുന്ന ഈ രാജ്യത്ത് നന്മകൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും നന്മകളുടെ മാർഗത്തിൽ മത്സരം, അതാണ് വേണ്ടത്. അതിനുവേണ്ടിയാണ് നന്മകൾ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി, നന്മകൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രക്രിയകളിൽ പങ്കുചേരണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. വഅഹ്സിൻ, നന്മ ചെയ്യണം കഴിയുന്നിടത്തോളം. എങ്ങനെ? കമാ അഹ്സനല്ലാഹു ഇലൈക്, അല്ലാഹു തആല നിനക്കെന്തുമാത്രം നന്മ ചെയ്തിട്ടുണ്ട്, നിനക്കെന്തുമാത്രം ഗുണം നൽകിയിട്ടുണ്ട്, അത് വെച്ചുകൊണ്ട് നീ ജനങ്ങൾക്ക് ഉപകാരിയായി മാറണം, ജനങ്ങളുടെ ആളായി മാറണം. ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ നമ്മൾക്ക് സാധിക്കണം. തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നവർക്കും മത്സരാർത്ഥികൾക്കും ജനങ്ങളോടൊപ്പം നിൽക്കാൻ, നാടിന്റെ സേവനത്തിനു വേണ്ടി, നാടിന്റെ വികസനത്തിനു വേണ്ടി ആളുകളെ ഒന്നായി കണ്ടുകൊണ്ട് പുരോഗമനാത്മകമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സംവിധാനത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തണം എന്നത് പരിശുദ്ധ ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്, അല്ലാഹു നിനക്ക് നൽകിയിട്ടുള്ള നന്മകളുണ്ടല്ലോ, ആ നന്മകൾ മുമ്പിൽ വെച്ചുകൊണ്ട് നീ ജനങ്ങൾക്ക് നന്മകൾ ചെയ്യുന്ന നന്മയുടെ വിളനിലമായി മാറാൻ നിനക്ക് സാധിക്കണം എന്ന് ഖുർആൻ പറയുന്നു. അതോടൊപ്പം വലാ തബ്ഗിൽ ഫസാദ, നീ കുഴപ്പമുണ്ടാക്കരുത് ഫിൽ അർള്. നീ ഒരു പക്ഷേ വിജയിച്ചു വന്നേക്കാം, നീ ഒരു പക്ഷേ നിനക്ക് പദവികൾ കിട്ടിയേക്കാം, നിനക്കൊരു പക്ഷേ നേതൃത്വ രംഗത്ത് എത്തിച്ചേരാൻ, ചെയർമാനായി മാറാൻ സാധിച്ചേക്കാം, ഏതെങ്കിലും പോസ്റ്റിൽ എത്തിച്ചേരാൻ കഴിഞ്ഞെന്ന് വന്നേക്കാം. പക്ഷേ വലാ തബ്ഗിൽ ഫസാദ, അത് ഉപയോഗിച്ചുകൊണ്ട്, അധികാരത്തിന്റെ ദണ്ടുപയോഗിച്ചുകൊണ്ട് നീ കുഴപ്പമുണ്ടാക്കരുത്, കുഴപ്പത്തിന് നേതൃത്വം കൊടുക്കരുത് എന്നത് ഖുർആനിന്റെ ഭാഷ്യമാണ്. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർളി, നീ ഭൂമിയിൽ ഒരു കുഴപ്പക്കാരനായി മാറരുത്. കാരണം ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, അല്ലാഹു കുഴപ്പമുണ്ടാക്കുന്നവരെ ഇഷ്ടപ്പെടുകയില്ല. നോക്കൂ നിങ്ങൾ, എന്തുമാത്രം ലളിതമായ, എല്ലാവർക്കും മനസ്സിലാകാൻ പറ്റുന്ന ഹൃദ്യമായ ഒരു ശൈലിയിലല്ലേ പരിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുകയും ഇതെല്ലാം ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഈ പ്രക്രിയയിൽ നമ്മൾ പങ്കുചേരേണ്ടത് എന്ന് നമ്മൾ അറിയണം. അള്ളാഹുവിന്റെ കൽപ്പനകളിൽ ചിലത് സ്വീകരിക്കുക, ചിലത് തള്ളിക്കളയുക, ഈ രീതി ഒരിക്കലും ശരിയല്ല. അള്ളാഹു അത്തരം ആളുകളെ വളരെ അനിന്യമായ നിലയിൽ ശിക്ഷിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉലൈകല്ലദീന ഇസ്തറവു അൽ ഹയാത്തദ് ദുനിയ, അള്ളാഹുവിന്റെ ചില കൽപ്പനകളെ ധിക്കരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ അക്കൂട്ടർ എന്ന് പറയുന്നത്, അവർ ദുനിയാവിനെ അവർ വിൽക്കുകയാണ് ബിൽ ആഖിറ, ദുനിയാവിനെ അവർ എന്ത് ചെയ്യാൻ, ആഖിറത്തിന് പകരമായി
അവർ ആഖിറം കൊടുത്തിട്ട് ദുനിയാവിനെ വാങ്ങുന്നവരാണ്. എത്ര കൃത്യമായിട്ടാണ് ഖുർആൻ പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾ ആഖിറത്തിന് പകരം അവർ ദുനിയാവിനെ വാങ്ങുന്നു. എന്നിട്ട് അല്ലാഹ് പറയുന്നു, അങ്ങനെ കച്ചവടം ചെയ്യുന്ന ആളുകൾ ഫലാ യുഖഫഫു അൻഹുൽ അദാബ്, അവർക്കൊരിക്കലും ശിക്ഷ ലഘൂകരിക്കുന്ന പ്രശ്നമില്ല. ഖുർആൻ വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയാ. തീർന്നില്ല. വലാഹും യുൻസറൂൻ, നാളെ പരലോകത്ത് ദുനിയാവിന് ആഖിറത്തിനെ വിറ്റിട്ട് ദുനിയാവിന് വാങ്ങുന്ന ആളുകൾക്ക് ശിക്ഷ ലഘൂകരിക്കപ്പെടുകയില്ല എന്ന് മാത്രമല്ല, വലാഹും യുൻസറൂൻ, അല്ലാഹുവിൽ നിന്നുള്ള ഒരു സഹായവും അവർക്ക് ലഭ്യമാവുകയില്ല എന്ന് ഖുർആൻ വളരെ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്താ? ഞാനും നിങ്ങളും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എത്ര കൃത്യമായിട്ടാണ് ഖുർആൻ നമുക്ക് ഈ വരച്ച് കാണിച്ചു തരുന്നത്. അതോടൊപ്പം ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കവലകളിൽ നിന്ന് പല വിധത്തിലുള്ള പ്രസംഗങ്ങളും അതേപോലെ തന്നെ ലഘുലേഖകളും നോട്ടീസുകളും ഒക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അഭിമാനം എന്ന് പറയുന്നത് അതിനെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അഭിമാനത്തെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അതിനെതിരിൽ സംസാരിക്കാൻ പാടില്ല എന്നത് പരിശുദ്ധ ഇസ്ലാം നിഷ്കർഷിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ പ്രചാരണങ്ങളിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരാളുടെയും കുടുംബത്തെയോ വ്യക്തിഹത്യ നടത്തിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും വിധേന മോശപ്പെട്ട രീതിയിലുള്ള പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വിജയം ആഗ്രഹിക്കുന്നില്ല ഇസ്ലാം എന്ന് നമ്മൾ അറിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അവസാനത്തെ ഹജ്ജത്തുൽ വിദായിലെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതും അത് തന്നെയാണ്. ഇന്ന ദിമാഅക്കും, തീർച്ചയായും നിങ്ങളുടെ രക്തം, വ അംവാലക്കും, നിങ്ങളുടെ സമ്പത്ത്, വ അറാലക്കും, നിങ്ങളുടെ അഭിമാനം, അത് ഹറാമുൻ അലൈക്കും, നിങ്ങൾക്കത് ഏറ്റവും പവിത്രമാണ്. കയൗമി യൗമിക്കും ഹാദാ, ഈ ദിവസത്തിന് ദുൽഹജ്ജ് 10-ന് എന്തുമാത്രം, ദുൽഹജ്ജ് 9-ന് എന്തുമാത്രം, അറഫയ്ക്ക് എന്തുമാത്രം പ്രാധാന്യമുണ്ടോ, ബക്ക എന്ന ആ രാജ്യത്തിന് എന്തുമാത്രം പ്രത്യേകതയുണ്ടോ, എന്തുമാത്രം മഹത്വമുണ്ടോ, അതുപോലെ സംരക്ഷിക്കപ്പെടേണ്ട ഒന്നാണ് നമ്മുടെ ധനം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ അഭിമാനം, നമ്മുടെ രക്തം. അതുകൊണ്ട് തന്നെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അങ്ങ് ആക്കിക്കളയാം, അങ്ങ് നശിപ്പിച്ചു കളയാം, അങ്ങ് ഇല്ലായ്മ ചെയ്യാം എന്ന രാഷ്ട്രീയ ബോധമുണ്ടല്ലോ, അതൊരിക്കലും ഒരു മുസ്ലിമിന് ചേർന്നതല്ല. മുസ്ലിമിന്റെ അജണ്ടയിലില്ലാത്ത ഒരു സംഗതിയാണ് എന്നുകൂടി നമ്മൾ അറിയണം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി ഒരു മുസ്ലിം എങ്ങനെ, ഒരു മുസ്ലിമിന്റെ രാഷ്ട്രീയ ജീവിതം എങ്ങനെ, അവന്റെ മറ്റ് സാമൂഹിക ഇടപെടലുകൾ എങ്ങനെയായിരിക്കണം എല്ലാം വളരെ കൃത്യമായി വരച്ചു കാണിച്ചു തന്നിട്ടുണ്ട്. അത് വിട്ട് താന്തോന്നിയായി തന്നിഷ്ടത്തിനനുസരിച്ച് ദേഹേച്ഛകൾക്കനുസരിച്ച് ജീവിക്കാനാണ് അവൻ തയ്യാറാവുന്നതെങ്കിൽ അള്ളാഹു അവനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. അതിലൊരു സംശയവുമില്ല. അധികാരം എന്ന് പറയുന്നതോ പദവി എന്ന് പറയുന്നതോ അത് അള്ളാഹു നൽകുന്ന അതൊരു അമാനത്താണ്. വിശ്വസിച്ചേൽപ്പിക്കുന്ന ഒരു സംഗതിയാണ്. ആരെ ഏൽപ്പിക്കണം, ആർക്ക് കൊടുക്കണം, കൊടുത്താൽ അതേതെല്ലാം രീതിയിൽ കൊണ്ടു നടക്കും, അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് അതൊരു അമാനത്തായി മാത്രം കാണുകയും തന്റെ ഉത്തരവാദിത്തം അത് കൃത്യമായി നിർവഹിക്കുകയും ചെയ്യേണ്ടത് ഒരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ബാധ്യതയാണ് എന്ന് നമ്മൾ അറിയണം. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം സന്ദർഭങ്ങളിലാണ് പകയുടെ പേരിൽ, വിദ്വേഷത്തിന്റെ പേരിൽ, വെറുപ്പിന്റെ പേരിൽ എല്ലാ സീമകളും അതിലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ. കുടുംബത്തിലാണ് പ്രശ്നം, മക്കൾക്കിടയിൽ പ്രശ്നം, സഹോദരങ്ങൾക്കിടയിൽ പ്രശ്നം, അയൽവാസികൾക്കിടയിലുള്ള പ്രശ്നം, എന്തെല്ലാം പ്രശ്നങ്ങൾ രൂപപ്പെടുന്ന ഒരു കാലമാണിത്. ഇത്തരം ഘട്ടങ്ങളിലൊക്കെ നമ്മൾ അറിയേണ്ടത് നമ്മുടെ വ്യക്തിത്വം, ആ വ്യക്തിത്വം കളഞ്ഞു കുടിക്കാൻ പാടില്ല. പകയും വിദ്വേഷവും വെച്ചു പുലർത്തിയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഇടപെടാതിരുന്നാൽ നമ്മൾക്കവിടെ തീർച്ചയായും അല്ലാഹുവിന്റെ വിജയം ഉണ്ടാകും. ബന്ധങ്ങൾ മുറിച്ചു കളയരുത്, ബന്ധങ്ങൾ സംരക്ഷിക്കപ്പെടണം.
അത് ഊട്ടിയുറപ്പിക്കപ്പെടണം. എങ്കിൽ അള്ളാഹു ചേർത്തു പിടിക്കും. ഇങ്ങനെ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമുമായിട്ടുള്ള അവന്റെ ബന്ധങ്ങൾ, അവൻ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോ, മതേതര രാജ്യത്ത് ജീവിക്കുമ്പോ അവൻ എല്ലാവരുമായി എങ്ങനെ ജീവിക്കണം, എങ്ങനെയൊക്കെയാകണം എന്നത് വളരെ കൃത്യമാണ്. അതൊക്കെ മനസ്സിലാക്കി തന്റെ വ്യക്തിത്വം നഷ്ടപ്പെടാതെ ഇസ്സത്ത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കണമെന്നതാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളോട് പറയുന്നത്. ആ നിലക്കുള്ള ജീവിതം നമ്മൾ നടത്തണം. പ്രവർത്തനങ്ങളും അങ്ങനെ തന്നെയാകണം. എങ്കിൽ അള്ളാഹുവിന്റെ വിജയം സുനിശ്ചിതമാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ സാനിയം ബിതഖ്വല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. സൂചിപ്പിച്ചതുപോലെ എല്ലാവരും തിരക്കിലാണ്. തിരക്ക് കൂടിക്കൊണ്ടേയിരിക്കും. തിരക്കിനിടയിൽ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ വീഴ്ച വരാതിരിക്കാൻ കൂടി ഈ കാലയളവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമസ്കാരം, ജമാഅത്ത് നമസ്കാരങ്ങളൊക്കെ കൃത്യമായി ഇരിക്കാനും അത് നഷ്ടപ്പെടാതിരിക്കാനും പ്രത്യേകിച്ച് നമ്മൾ ഇത്തരം സന്ദർഭങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടിസ്ഥാനപരമായ കാര്യങ്ങൾ അത് കൃത്യസമയത്ത് നിർവഹിച്ചാൽ അവിടെ അള്ളാഹു സഹായിക്കും എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ഖുർആനുമായി നമ്മൾ നേരത്തെ തന്നെ ബന്ധമുണ്ട്. ഇത്തരം പ്രത്യേക സന്ദർഭങ്ങളിൽ തിരക്ക് ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഖുർആനുമായുള്ള ബന്ധങ്ങൾ പറ്റെ ഒഴിവാക്കരുത്. ഖുർആൻ പാരായണം അത് കൃത്യമായി നടക്കേണ്ടതുണ്ട്. അത്തരം വിഷയങ്ങളോട് നമ്മൾ പുറംതിരിഞ്ഞ് നിൽക്കരുത് എന്നത് നാം മനസ്സിലാക്കേണ്ടതാണ്. അതുമാത്രമല്ല, നമ്മുടെ മാതാപിതാക്കളുമായുള്ള ബന്ധം എത്ര തിരക്കുണ്ടെങ്കിലും, എന്തുമാത്രം തിരക്കാണെങ്കിലും മാതാപിതാക്കളെ അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നിടത്തും അവരുടെ തൃപ്തിയും പൊരുത്തവും അത് നേടിയെടുക്കാൻ, അത് നമ്മുടെ പരലോകത്തിൻ്റെ കാര്യമാണ്. അവിടെ രക്ഷ കിട്ടാനും മോക്ഷം കിട്ടാനും അത് അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കി മാതാപിതാക്കളെ വെറുപ്പിക്കാതെ അവരെ ചേർത്ത് പിടിക്കാൻ നമ്മൾ അവസരം കാണണം. ഏത് തിരക്കാണെങ്കിലും ശരി. കുടുംബബന്ധം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് വെറും ഒരു ഫോൺ കോളിൽ ഒതുക്കാതെ ബന്ധങ്ങൾ ഇന്ന് യഥാർത്ഥത്തിൽ ബന്ധനങ്ങളായി. ആർക്കും ആരുമായി ഒരു ബന്ധമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ നമ്മൾ നമ്മുടെ ഐഡന്റിറ്റി നിലനിർത്താനും നമ്മുടെ ഇസ്സത്ത് കാത്തു സൂക്ഷിക്കാനും നമ്മൾ മുന്നോട്ട് വരണം. അതാണ് നന്മയുടെ പക്ഷം എന്ന് പറയുന്നത്. ആ നന്മയുടെ വക്താക്കൾ എന്നുള്ള നിലയിൽ നമ്മളാണ് അത് ചെയ്യേണ്ടത്. മറ്റുള്ളവർക്ക് മാതൃകാപരമായ ഒരവസ്ഥ ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. കുടുംബബന്ധം ചേർത്തിക്കൊണ്ട് അള്ളാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽ യസിൽ റഹിമഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതാണ്. അവർ കുടുംബബന്ധം ചേർത്തട്ടെ എന്നാണ്. ഇതൊരു ചെറിയ സംഗതിയല്ല. സ്വർഗം കിട്ടാൻ അനിവാര്യമായ ഒരു സംഗതിയാണത് എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ കുടുംബബന്ധം ചേർത്തുന്ന വിഷയത്തിൽ കൂടുതൽ, അതോടൊപ്പം തന്നെ എത്ര വലിയ തിരക്കാണെങ്കിലും നമ്മുടെ ശരീരം, സ്വന്തം ശരീരത്തെ നമ്മൾ ശ്രദ്ധിക്കണം. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, മരുന്നിൻ്റെ കാര്യത്തിൽ, ഉറക്കം പോലെ അതൊക്കെ കൃത്യമായി അതൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ സ്വയം രക്ഷയും സ്വയം സംരക്ഷണവും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഉത്തരവാദിത്ത
കാര്യങ്ങളും ഒക്കെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ അള്ളാഹുവിൻ്റെ സഹായം അതുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനും പൊരുത്തത്തിനും അനുസരിച്ച് ജീവിക്കുന്ന നല്ലവരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ രോഗികളായി കിടക്കുന്നവരുണ്ട്. വീടുകളിലും ആശുപത്രികളിലുമൊക്കെ വേദനകൾ കടിച്ചമർത്തി മരണത്തോട് മല്ലടിച്ച് നിൽക്കുന്ന ആളുകളും പല വിധത്തിലും മാറാരോഗങ്ങൾക്കൊക്കെ അടിമപ്പെട്ട് കഴിഞ്ഞുകൂടുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവരുടെ രോഗങ്ങൾക്ക് ശമനം നൽകി ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ തന്നെ ഓരോ ദിവസവും ആളുകൾ ഇങ്ങനെ എണ്ണം കുറഞ്ഞു വരിക. ഓരോരുത്തരും അള്ളാഹുവിൻ്റെ വിധിക്ക് കീഴ്പ്പെട്ടുകൊണ്ട് അവനിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. നമ്മളും ഒരു 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 സന്ദർഭത്തിൽ ആർക്കും അറിയില്ല എവിടെ എപ്പോൾ എങ്ങനെ, അറിയാത്ത ഏക സംഗതി അത് മാത്രമേ ഉള്ളൂ. വേറെ പലതും നമ്മളെ ഇന്നത്തെ ആർട്ടിഫിഷ്യൽ എന്താ പറയുക, ഇതൊക്കെ ഉപയോഗിച്ച് AI ഒക്കെ ഉപയോഗിച്ച് പല സംഗതികളും നമ്മൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ പലതും നടത്തിയിട്ടുണ്ട്. നിർമ്മിതി, ബുദ്ധി കൊണ്ടുള്ള സ്വയം നിർമ്മിതികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന AI ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ മരണം എപ്പോഴാണ് ഒരാൾക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതേത് സമയത്തും നമ്മെ തേടിയെത്തും. ഒരു സെക്കൻഡ് പോലും അതിൽ നിന്ന് അവിടെ നിൽക്കുക എന്ന് പറയാൻ സമയം ആരും അനുവദിക്കില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ മരണത്തെക്കുറിച്ച് ഓർക്കണം. ഒരുപാട് ആളുകൾ ഓരോ ദിവസവും നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരും ബന്ധപ്പെട്ടവരും കൂട്ടുകാരുമൊക്കെ ഇങ്ങനെ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഇന്നലെ നമുക്കറിയാം, മിനിയാന്ന് ദുബൈയിൽ നിന്ന് ബന്ധപ്പെട്ട നമ്മുടെ പട്ടുവത്ത് മുഹമ്മദ് സാദിഖ് ശർക്കര, നമ്മുടെ ട്രസ്റ്റി അംഗം റഹീം ഖാൻ്റെ ജ്യേഷ്ഠൻ പിയാപ്ല എന്ന് പറയുന്ന അദ്ദേഹം മരണപ്പെട്ടു. ദുബൈയിൽ നിന്ന് മരിച്ചു വന്നു. മയ്യത്ത് ഇന്നലെ മറവ് ചെയ്തു. ഇത് കേവലം ഒരു സാദിഖിൻ്റെ വിഷയം മാത്രമല്ല, അങ്ങനെ എല്ലാ സാദിഖുമാരും അള്ളാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ്. ഏതായിരുന്നാലും അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുപോലെ നമ്മിൽ നിന്ന് മറ്റുപോയിട്ടുള്ള മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്ത് മർഹമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മയും അവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اجعلنا من المسلمين واجعلنا من المتقين واجعلنا من المخلصين. اللهم مقلب القلوب ثبت قلوبنا على دينك. اللهم مصرف القلوب صرف قلوبنا على طاعتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.